Hi guys, നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ന്യൂ മോഡലാണ് ഷവോമിയുടെ എ സീരീസിലെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ റെഡ്മി 7 എന്ന് പറയുന്ന മോഡലാണ്. നമുക്കറിയാം ഷവോമി ഇന്ത്യസ് നമ്പർ 1 സ്മാർട്ട് ഫോൺ ആയിട്ട് 3 വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 6A സക്സസ്ഫുൾ ആയതുകൊണ്ടാണ് 7 അടിപൊളിയാക്കി ഇറക്കി നിന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് റെഡ്മി 7യുടെ റീറ്റെയിൽ ബോക്സ്. ഇതിൻ്റെ മുകളിൽ ഇന്ത്യാസ് നമ്പർ 1 സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്ന് കരുതിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയിട്ടുള്ള വേരിയൻറ്റ് 2GB റാം ആൻഡ് 60GB റോം എന്നുള്ള വേരിയൻ്റാണ്. ഇതിൻ്റെ ബാക്കിൽ എഴുതിയിരിക്കുന്നത് കോൾകോം സ്നാപ്ഡ്രാഗൺ 439 പ്രോസസ്സറാണ്. ഇത് റെഡ്മി 6Aയിൽ നിന്നും ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറാണ്. അതുകൊണ്ട് തന്നെ 4000 mAh ബാറ്ററിയാണ്. 12 മെഗാപിക്സൽ AI റിയർ ക്യാമറ, 5.4 ഇഞ്ച് HD+ ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആണ്. നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ കേസൊന്നും കാണുന്നില്ല. ഇത് വാറണ്ടി ഇൻഫർമേഷൻ ആണെന്ന് തോന്നുന്നു. ഇതൊക്കെ നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതിൻ്റെ അടിയിൽ വരുന്നത് ഒരു ചാർജർ വരുന്നുണ്ട്. ഇത് വരുന്നത് 5V 1A ആണ്. 5V 2A അല്ല വരുന്നത്, 5V 1A. അതുകൊണ്ട് തന്നെ ഒരു എ ടൈപ്പ് അഡാപ്റ്റർ വരുന്നുണ്ട്. സി ടൈപ്പ് ഒന്നല്ല, എ ടൈപ്പാണ് നോർമൽ മോഡൽ. അതുമാത്രമാണ് ബോക്സിൽ വരുന്നത്. ഇതൊക്കെ നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഫോണൊന്ന് നോക്കാം. ഇതിൻ്റെ മുകളിൽ റെഡ്മി 7 കോൾകോം സ്നാപ്ഡ്രാഗൺ 439 പ്രോസസ്സർ നേടിയിട്ടൊക്കെ ഉണ്ട്. 4000 mAh ബാറ്ററിയാണ്. 2 ഡേ ബാറ്ററി ഇട്ടുട്ടോ. പിന്നെ 12 മെഗാപിക്സൽ AI റിയർ ക്യാമറ, പിന്നെ 5.5 ഇഞ്ച് 4.5 ഇഞ്ച് ഫുൾ HD അല്ല, HD+ ഡിസ്പ്ലേ ആണ്. IPS LCD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ മുകളിലെ കവറൊക്കെ ഒന്ന് പറിച്ചിട്ട് ഫോണൊക്കെ ഒന്ന് ഓണാക്കി വെക്കാം. അതിന് മുന്നേ ഇതിൻ്റെ ക്യൂക്ക് സ്പെസിഫിക്കേഷൻസ് ഒന്ന് നോക്കാം. ഫോണൊന്ന് ഓണാക്കി നോക്കാം. ഇവിടെ റെഡ്മി ബ്രാൻഡിങ് എന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ റെഡ്മി 6Aയിൽ നിന്നും ഇത് ഡിഫറെൻ്റ് ആയിരിക്കുന്നത് ഹോണറിനൊക്കെ കോപ്പി അടിച്ചാണെന്ന് എനിക്ക് തോന്നുന്നത്. റെഡ്മി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഹോണറിൻ്റെ ഒരു ഡിസൈന് ഷവോമി ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ റെഡ്മി ബൈ ഷവോമി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫോണൊന്ന് ബൂട്ട് ചെയ്ത് തരുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഇതിൻ്റെ കസ്റ്റമൈസ്ഡ് OS MIUI 10 ആണ്. അപ്പം MIUI 10ൻ്റെ ലാംഗ്വേജ് ഒക്കെ കൊടുത്ത് സെറ്റപ്പ് ആക്കുന്നുണ്ട്. ഇന്ത്യ കൊടുക്കുക, ഇന്ത്യ യെസ്. സ്കിപ്പ്. ഇതിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂ ഇതാണ്. ഒരു സ്പീക്കറും ഒരു മൈക്രോഫോണും, സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്രോഫോണാണിത്. പിന്നെ വേറൊരു 6Aയിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളതിന് IR ബ്ലാസ്റ്റർ ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെ കാണുന്ന ഒരു 3.5mm ഓഡിയോ ജാക്കാണ്. പിന്നെ ഒരു സിംഗിൾ ക്യാമറ ആണ്, 12 മെഗാപിക്സൽ ക്യാമറയാണ് വരുന്നത്. ഇതിലൂടെ സിംഗിൾ LED ഫ്ലാഷ് ഉണ്ട്. ഇവിടെ AI ക്യാമറ എന്നതൊക്കെ എഴുതിയിട്ടുണ്ട്. റെഡ്മി ഡിസൈൻഡ് ബൈ ഷവോമി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും റെഡ്മി എന്ന് എഴുതിയിട്ടുണ്ട്. നോർമൽ ഡിസ്പ്ലേ ആണ്, നോച്ച് ഡിസ്പ്ലേ എന്നല്ല. 5.45 ഇഞ്ച് IPS LCD ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. ഇതിൽ വരുന്നത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മൈക്രോ SD കാർഡും ഡുവൽ സിം ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഇതിൽ ഇൻറ്റേർണൽ മെമ്മറി കുറവായതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു 8GB ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. എന്തായാലും SD കാർഡ് ഇടേണ്ടി വരും. അതുകൊണ്ടായിരിക്കാം വലിയ SD കാർഡ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേ നോർമൽ ഡിസ്പ്ലേ ആണ്, ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആണ്. 5.45 ഇഞ്ച് IPS LCD ഡിസ്പ്ലേ ആണ്. ഇത് നോർമൽ MIUI 10 ആണ് ഇതിൽ റൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻഡ്രോയിഡ് 5 വേർഷൻ നോക്കുകയാണെങ്കിൽ 5 ആണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ബേസ് ഇൻ്റർണൽ ആൻഡ്രോയിഡ് വേർഷൻ 5 ആണ്. ആൻഡ്രോയിഡ് വേർഷൻ 5 ആണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ബെഞ്ച് മാർക്ക് സ്കോർ നിങ്ങൾക്ക് കാണാൻ പറ്റും. 75,288 ആണ്. അപ്പം സ്നാപ്ഡ്രാഗൺ
439 ആയതുകൊണ്ട് കുറച്ചും കൂടി ബെറ്റർ പെർഫോമൻസ് ആണ്. എന്നാലും റിയൽമി C2നെക്കാട്ടിലും ബെഞ്ച് മാർക്ക് ഇതിന് കുറവാണ്. 2000 കുറവാണ് ബെഞ്ച് മാർക്ക്. സ്നാപ്ഡ്രാഗൺ 439 ന്യൂ ചിപ്സെറ്റാണ്. നമുക്കിതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഷോമി എന്തായാലും അടിപൊളി തന്നെയാണ്. നമുക്കൊരു നോൺ കോപ്പിറൈറ്റ് മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്തു. നമുക്കിതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് ഒന്ന് നോക്കാം. ഞാനൊരു ആസ്വാൽ എക്സ്ട്രീം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ലോഡിങ് ഉണ്ട്. ഇതിൽ ഗൂഗിൾ പ്ലേ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുന്നുണ്ട്. ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും എന്തായാലും. ഇതിൻ്റെ ക്യാമറേൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ക്യാമറ ഇതിൽ പറയുന്നത് 12 മെഗാ പിക്സൽ ക്യാമറ എന്നാണ്. നമുക്ക് കുറച്ച് സാമ്പിൾ ഷോട്ട്സ് നോക്കാം. അപ്പം ഇതിലൊരു പ്രോ മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതാണിത് രണ്ടും തമ്മിലുള്ള ഇത് നമുക്ക് അപ്പർച്ചറൊക്കെ റെഡിയാക്കാം. അപ്പർച്ചറും അതുകൊണ്ട് തന്നെ ISO റേഞ്ചൊക്കെ മാറ്റാം. ISO 300 വരെ 3200 ആക്കി എടുത്തതാണ്. ഇത് അങ്ങനത്തെ കുറച്ച് സെറ്റപ്പൊക്കെ ഉണ്ട്. റെഡ്മി 6A നിന്നും 7Aയിലേക്ക് വരുന്ന നേരം ഇങ്ങനത്തെ കുറച്ച് സെറ്റപ്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അപ്പർച്ചർ മാറ്റാം. ബ്രൈറ്റ്നെസ് ഇതാ കളർ മാറുന്നുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ നോക്കാം. ഹായ് ഗൈസ്, ഇതാണ് റെഡ്മി 6A അല്ല, റെഡ്മി 7A ഫ്രണ്ട് ക്യാമറേൻ്റെ വീഡിയോ ക്വാളിറ്റിയാണിത്. ഇതിൻ്റെ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത് ഇതിൻ്റെ മൈക്രോഫോൺ വഴിയാണ്. ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയുക. കമൻറ്റ് സെക്ഷനിൽ ഇടി. ബെറ്റർ ആണോ അല്ലെങ്കിൽ പോർ ആണോ എന്താണുള്ളത്. ഓക്കെ. Told him yes, and I used to feel all alone, so depressed, but I fought back, now I smile again. If I ever fail, I'ma just try again. And I felt pain that I thought I'd never end, but I prayed long and I played my cards, then the stars aligned, cause I worked hard, then God went through me. I still ഇതാണ് ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി ടെസ്റ്റ്. ഇതിൽ EIS ഒന്നുമില്ല, എന്നാലും നിങ്ങൾ നോക്കി വീഡിയോ സ്റ്റേബിളാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞങ്ങളുടെ അൺബോക്സിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്കറിയാം, ഷവോമി ഏത് ഡിവൈസ് ഇറക്കുകയാണെങ്കിലും അത് ഫ്ലാഷ് സെയിൽ വഴിയാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ 2-3 മിനിറ്റ് മാത്രമേ സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ. എന്നാൽ നിങ്ങൾ പേടിക്കാനൊന്നുമില്ല. എല്ലാ ഡിവൈസും, ഷവോമിയുടെ എല്ലാ ന്യൂ ഡിവൈസും ഞങ്ങളുടെ ഷോറൂമായ IQ മൊബൈൽ കുന്നമംഗലം താമരശ്ശേരി ഷോറൂമുകളിൽ ലഭ്യമായിരിക്കും. അപ്പോൾ അവിടെ പോയാൽ ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് എല്ലാ സാധനവും കിട്ടുന്നതായിരിക്കും.